بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. وهمة الشيخ اغفر لنا بهذا المحضر ولتأتي فيه بنظرة تأتي لنا بغفر. اللهم إني أستودعك جميع ما أنظره فيك في هذا الكتاب حتى ترده علي في وقت احتياجي إليه. ബഹുലതവിൻ്റെ 84-85 വരികളുടെ വ്യാഖ്യാനമാണ് നമ്മൾ നോക്കിയിരുന്നത്. ഇന്ന് അതിൻ്റെ തുടർഭാഗമാണ്. വനാസിഹുൽ ഇഖ്വാന വസ്മുത്തു സാഹിബി അഹ്ലുൽ മറൂഅത്തി മിനൽ അഖാരിബി. വനാസിഹുൽ ഇഖ്വാന, ഇഖ്വാനികളോട് ഗുണകാംക്ഷയോടുകൂടി ഉപദേശിക്കുന്നവനായി നിലകൊള്ളണം. വസ്മുത്ത്, അതിന് നിങ്ങൾ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മൗനം പാലിക്കണം. സാഹിബി അഹ്ലുൽ മുറൂഅത്തി മിനൽ അഖാരിബി, ആത്മീയ ബന്ധുക്കളിൽ നിന്ന് സ്വഭാവമഹിമുള്ള നല്ല സ്വഭാവമുള്ള ആളുകളുമായി നിങ്ങൾ സഹവസിക്കുകയും വേണം. വൽ മർഉ ഫീ ദീനി കരീനിഹിൽ ഹമീം ഇൻ സ്വാലിഹൻ ഫസാലിഹുൻ വൈൻ ബഹീം. വൽ മർഉ, ഒരു മനുഷ്യൻ, ഫീ ദീനി കരീനിഹി, അവൻ്റെ സുഹൃത്തിൻ്റെ കൂടെ, അൽ ഹമീം, ഒറ്റ ചങ്ങാതിയുടെ ദീനിലാണ് അവൻ ഉണ്ടാവുക. ഇൻ സ്വാലിഹൻ ഫസ്വാലിഹ്, അദ്ദേഹം സ്വാലിഹായാൽ ഇവന് സ്വാലിഹാവും. വൈൻ ബഹീം, അല്ലെങ്കിൽ അവൻ മുഖതുല്യനാണെങ്കിൽ, ആ സുഹൃത്ത് മുഖതുല്യനാണെങ്കിൽ, വർഗീയമായ സ്വഭാവങ്ങൾക്ക് പിന്നാലെ പോകുന്നവൻ മാത്രമാണെങ്കിൽ ഇവനും അതുപോലെ ആയിത്തീരും. ഇന്ന് ഇതിൻ്റെ മറാമുൻ നഖ്ബിൽ നിന്നുള്ള വ്യാഖ്യാനമാണ് നമ്മൾ നോക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് വാലിദ് ഷെയ്ഖ് അബ്ദുള്ള തിജാനി മഹാനവറുകൾ എഴുതിയ വ്യാഖ്യാനം. മുനാസഹത്തുൽ ഇഖ്വാനി മിൻ സമീമുദ്ദീൻ, ഇഖ്വാനികളോടുള്ള ഗുണകാംക്ഷയോടുകൂടി അവർ നസീഹത്തിലായി നിലനിൽക്കുക എന്ന് പറയുന്നത് ദീനിൻ്റെ കാതലാണ്. വദ്ദീനു ഹുവൽ ഹയാത്ത്, യഥാർത്ഥത്തിൽ ദീനാണ് ജീവൻ. ജീവൻ എന്നൊക്കെ പറയണത് ദീനാണ്. നമുക്കെന്ത് ലൈഫ് എന്നൊക്കെ നമ്മൾ പറയല്ലേ. ദീനില്ലെങ്കിൽ എന്ത് ലൈഫാണ് ശരിക്കുള്ളത്? ഒന്നുമില്ലല്ലോ. ദീനുള്ളവർക്ക് മാത്രമേ ശരിക്കും ലൈഫുള്ളൂ, ശരിക്കും സന്തോഷമുള്ളൂ, ശരിക്കും എന്തെങ്കിലും വെർത്തുള്ളൂ. അവരുടെ ജീവിതം ഇനിയിപ്പോൾ ആഹ്റത്തിലും പരലോകവും സുഖവും ദുഃഖവും ശിക്ഷയും ഒക്കെ മാറ്റി വെക്കുക. വെറും ദുനിയാവിനെ മാത്രമേ നോക്കുന്നുള്ളൂ. ഒരു ദീനിയായ മനുഷ്യൻ്റെ ജീവിതം മാത്രമേ ജീവിതമുള്ളൂ. മറ്റുള്ളതൊന്നും കൊള്ളൂല. മറ്റുള്ള ജീവിതങ്ങളും ജീവിതമല്ല. അവർക്കതുകൊണ്ടൊരു സന്തോഷവും റാഹത്തും ഉണ്ടാവില്ല. ദീനുണ്ടെങ്കിൽ മാത്രമേ റാഹത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ദീനു ഹുവൽ ഹയാത്ത്, ദീനാണ് ജീവിതം, ജീവൻ എന്നൊക്കെ പറയുന്നത്. വൈറുൽ ഹയ്യി മയ്യുത്തുൻ, അപ്പം ജീവനില്ലാത്തത് മരിച്ചവനെ പോലെയാണ്. അപ്പോൾ ദീനില്ലാത്ത ആൾ മരിച്ചവനെ പോലെയാണ്. വൽ മയ്യിത്തു ലാ യുഫീദു വലാ യസ്തഫീദു, മയ്യത്ത് ഉപകാരം ചെയ്യുകയോ മറ്റുള്ളവർക്ക് ഉപകാരം നൽകുകയോ ചെയ്യൂല. വൈൻകാന മിമ്മൻ മാത ഖൽബഹു യമൂത്തു ജിസ്മഹു, ആരുടെയെങ്കിലും കൽബ് മരിച്ചു പോയാൽ എന്തു ചെയ്യും? അത് ആ കാരണം കൊണ്ട് തന്നെ അവൻ്റെ ഹൃദയം അതുകൊണ്ട് മരിച്ചു പോകും. കാലഫിൽ ഫതഹുൽ ബാരി ബിശറഹ് സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിൻ്റെ വ്യാഖ്യാനമായ ഫതഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. ബാബു ഖൗലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾക്കുള്ള വ്യാഖ്യാനമായിട്ട് അതിൻ്റെ ഒരു ചാപ്റ്ററിൽ അല്ലദീന അദ്ദീനു നസീഹത്തു ലില്ലാഹി വറസൂലി, ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ. അപ്പോൾ ഈ നസീഹത്ത് എന്ന് പറഞ്ഞാൽ വെറും ഉപദേശം പറയൽ മാത്രമല്ല, വലിയ വിശാലമായ അർത്ഥമുള്ള ഒരു പ്രയോഗമാണ്. ഗുണകാംക്ഷ വലില്ലാഹി, അള്ളാഹിനോടുള്ള ഗുണകാംക്ഷ. അപ്പോൾ എന്താണത്? അതിനെ ഇൻഷാ അല്ലാഹ് അതിന് വിശദീകരിക്കുന്നുണ്ട്. എന്താ അള്ളാഹിനോടുള്ള ഗുണകാംക്ഷ, അള്ളാഹിനോടുള്ള നസീഹത്ത് എന്താണ്? വലിയ റസൂലിഹി, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നസീഹത്ത്. വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളുടെ ഇമാമിങ്ങളോടുള്ള നസീഹത്ത്, അതായത് ഭരണാധികാരികളോടുള്ള, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ഇമാമിങ്ങളായ പണ്ഡിതന്മാരോടുള്ള അവരോടുള്ള നസീഹത്ത്. ആമ്മത്തിഹിം, അതുപോലെ പൊതുജനങ്ങളോടുള്ള നസീഹത്ത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ നസഹൂ ലില്ലാഹി വ റസൂലി, അള്ളാഹുവിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഗുണകാംക്ഷ ഉള്ളവരാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഹദ്ദസന മുസദ്ദദുൻ ഖാല ഹദ്ദസന യഹ്യ അൻ ഇസ്മായിൽ ഖാല ഹദ്ദസന ഖൈസ് ഇബ്നു അബി ഹാസിം അൻ ജരീർ ഇബ്നു അബ്ദുല്ലാ ഖാൽ. അദ്ദേഹം പറയാണ്, ബായഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് ബൈഅത്ത് ചെയ്തു, അലാ ഇഖാമസ്സലാഹ്, നിസ്കാരം നിലനിർത്തുമെന്ന് പറഞ്ഞിട്ട്, വൈതാ ജക്കാ, ദക്കാത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്, വന്നു സുഹൈലി കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനോടും നല്ല നസീഹത്തിലായി നിലകൊള്ളുമെന്നുള്ള വിഷയത്തിലും അതിൻ്റെ മുകളിൽ ഞാൻ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഖാലഫിൽ ഫതഹുൽ ബാരി പറയുന്നുണ്ട്, വഖദ് അഖ്റജഹു മുസ്ലിമുൻ ഹദ്ദസന മുഹമ്മദ് ബിൻ അബ്ബാദ് ഹദ്ദസന സുഫിയാൻ ഖാല ഖുൽതു ലി സുഹൈൽ ബിൻ അബി സ്വാലിഹ് ഇന്ന അംറൻ ഹദ്ദസന അനിൽ ഖാഇ അൻ അബീക വഹദീസ് ബിഹദീസ് ورجوت أن تسقط عني رجلا أي فتحدثني به عن أبيك قال فقال سمعت من الذين سمعه منه أبي كان صديقا له بالشام وهو عطاء بن يزيد عن تميم الداري. അത് ഇതിൻ്റെ സനദും അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്, എവിടെ നിന്നാണ് കിട്ടിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാൽ, വിശ്വാസങ്ങൾ പറഞ്ഞു, അദ്ദീനു അൻ നസീഹ, ദീൻ എന്ന് പറയുന്നത് നസീഹത്താണ്, ഒരു ഗുണകാംക്ഷയാണ്. ആരോട്? കുൽന, അപ്പോൾ നമ്മളൊക്കെ ചോദിച്ചു, ലിമൻ, ആരോടാണ് ഗുണകാംക്ഷ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഗുണകാംക്ഷയാണ്. അപ്പം നസീഹത്ത് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ. ഖാല ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഹാദൽ ഹദീസു മിൻ അഹാദീസില്ലദീ ഖീല ഫീഹ, ഈ ഹദീസാണ് പിന്നെ ഹദീസുകളുടെ കൂട്ടത്തിൽ അതിനെപ്പറ്റി പറയപ്പെട്ടതായിട്ട്, ഇന്നഹ അഹദു അർബഉദ്ദീൻ, ദീനിൻ്റെ 4 ഈ ഹദീസാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വിമ്മൻ അദ്ദഹു ഫിഹ അൽ ഇമാം മുഹമ്മദ് ബിൻ അസ്ലം തൂസി, ഇമാം മുഹമ്മദ് ബിൻ അസ്ലം തൂസിയാണ് അങ്ങനെ ദീനിൻ്റെ 4 ഈ ഹദീസ് എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ. ഖാല നവവി, എന്നാൽ ഇമാം നവവി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബൽ ഹുവ വഹദത്തുൻ മുഹസ്സിലുൻ ലി അർദിദ്ദീനി കുല്ലി, എന്നാൽ അത് ദീന് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കപ്പെടുന്നത്, ദീനിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ചേർത്ത് പറയുമ്പോൾ അത് ദീൻ തന്നെയാണ് ഹദീസ്. അതായത് അള്ളാഹുവിനോടും വിശ്വാസങ്ങളോടും ഇമാമിങ്ങളോടും അതുപോലെ മുസ്ലിമീങ്ങളോട് പൊതുവെയും നസീഹത്തിലായി നിലകൊള്ളണമെന്ന് പറഞ്ഞ കാര്യം ദീൻ്റെ തന്നെ മുഴുവൻ ലക്ഷ്യങ്ങൾ ചേർത്ത് നോക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ആണ്. ലിഅന്നഹു മുൻഹസിറുൻ ഫിൽ ഉമൂരി അല്ലദീ ദക്കറഹ, കാരണം ദീൻ എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ മുഴുവൻ ഇതിൽ ഒതുക്കപ്പെട്ടിട്ടുണ്ട്. അന്നസീഹത്തു ലില്ലാഹ്, അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഉള്ളത് ഈ ഹദീസിൽ? അള്ളാഹുവിനോടുള്ള നസീഹത്ത്, റസൂലുള്ളാഹിനോടുള്ള നസീഹത്ത്, ഈ മുസ്ലിമീങ്ങളുടെ ഇമാമിങ്ങളോടുള്ള നസീഹത്ത്, അതുപോലെ മുസ്ലിമീങ്ങളോട് പൊതുവായിട്ടുള്ള നസീഹത്ത്, ഇതൊക്കെ എന്താ? അപ്പോൾ നസീഹത്തു ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്താ? വസ്ഫു ബിമാ ഹുവ ലഹു അഹ്ലു, അള്ളാഹുവിനോട് യോജിച്ച രൂപത്തിലുള്ള വിശേഷണങ്ങൾ അവന് വെച്ചു കൊടുക്കലാണ്. വൽ ഹുദൂ ലഹു ളാഹിറൻ വബാത്തിനൻ, ബാഹ്യമായും ആന്തരികമായും അവൻ്റെ മുമ്പിൽ വിനയാന്യതനായി കീഴ്പ്പെട്ട് കൊടുക്കലാണ്. വറഅബതു ഫീ മഹാബതി ബിഫഅലി ത്വാഅത്ത്, സൽക്കർമ്മങ്ങൾ കൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊതിക്കലാണ്. വറഹബത്തു മിൻ മസാഹിത്തിഹി ബിതർക്കൽ മാസിയത്തി, തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ പേടിക്കലാണ്. വജിഹാദ് ഫി റദ്ദിൽ ആസീനയിലെ, തെറ്റായ ആളുകളെ, തെറ്റുകൾ ചെയ്യുന്ന പാപികളായ ആളുകളെ അവൻ്റെ അടുത്തേക്ക് മടങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കലാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള നസീഹത്ത് പറഞ്ഞാൽ അള്ളാഹിന് യോജിച്ച രൂപത്തിലുള്ള ഗുണവിശേഷങ്ങൾ അവന് വെച്ചു കൊടുക്കുക, അവൻ്റെ മുമ്പിൽ ബാഹ്യമായോ ആന്തരികമായോ കീഴ്പ്പെട്ട് കൊടുക്കുക, അവനോട് അനുസരിക്കുന്ന കാര്യത്തിൽ അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക, അവൻ വിരോധിച്ച് അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, മുസ്ലിമീങ്ങളെ തെറ്റുകാരായ ആളുകളെ അവനിലേക്ക് തിരിച്ച് മടക്കി കൊണ്ടുവരിക, ഇതൊക്കെയാണ് അള്ളാഹിനോടുള്ള നസീഹത്ത്. വറവ സൗരിയു അൻ അബ്ദുൽ അസീസ് ബിൻ റുഫൈ അൻ അബി സുമാമ സാഹിബിൽ അലി ഖാൽ, അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സാഹിബ് കൂട്ടുകാരൻ അദ്ദേഹം പറഞ്ഞു, ഖാൽ ഹവാരിയുൻ ഈസാ അലൈഹിസ്സലാം, ഹവാരിയങ്ങൾ അതായത് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കൂട്ടുകാർ ഈസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, യാ റൂഹല്ലാ
മനി നാസിഹുലില്ല, അള്ളാഹുവിൻ്റെ റൂഹായവരെ, റൂഹുള്ളായവരെ, മനി നാസിഹുലില്ല, ആരാണ് അള്ളാഹുവിന് വേണ്ടി നസീഹത്ത് നടത്തിയവർ, അവരാണ് അള്ളാഹുവിനോട് പിന്നെ ഗുണകാംക്ഷയിലായി നിലനിന്നവരാരാണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അല്ലദീ യുഖദ്ദിമു ഹഖ്ഖല്ലാഹി അലാ ഹഖ്ഖന്നാസ്, ജനങ്ങളുടെ ഹക്കിനേക്കാൾ മുകളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഹക്കിനെ വെച്ചവരാണവർ. ജനങ്ങൾക്ക് അവരോട് ആടുമുള്ളൊരു ഹക്കുണ്ട്, ശരി തന്നെയാണ്, പക്ഷേ അതിൻ്റെ മുകളിൽ അള്ളാഹിൻ്റെ ഹക്കിനെ വെച്ചവരാണത് അവർ. നസീഹത്തുൽ കിതാബില്ല, ഇനി അള്ളാഹിൻ്റെ കിതാബിനോടുള്ള നസീഹത്ത് എന്താണെന്നറിയോ? നസീഹത്തുൽ കിതാബില്ലാഹി തഅല്ലുമുഹു, പരിശുദ്ധമായ ഖുർആനിനോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത് തഅല്ലുമുഹു, അത് പഠിക്കലാണ്. തഅലീമുഹു, അത് പഠിക്കലും പഠിപ്പിക്കലുമാണ്. വഇഖാമത്തു ഹുറൂഫിഹി ഫീ തിലാവത്തി, ഖുർആൻ ഓതുന്ന സമയത്ത് അത് നല്ല അതിനെ ഓതേണ്ട രൂപത്തിൽ ഓതുക എന്നുള്ളതാണ്. വതഹരീറുഹാ ഫീ കിതാബി, അത് എഴുതുന്ന സമയത്ത് എഴുതേണ്ട രൂപത്തിൽ എഴുതുക എന്നുള്ളതാണ്. തഫഹമു മആനി, അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഹിഫ്ളു ഹുദൂദിഹി, അത് വെച്ച അതിർവരമ്പുകളെ പരിപാലിക്കുക എന്നുള്ളതാണ്. വല അമലു ബിമാ ഫീഹി, അത് പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വദബ്ബു തഹരീഫിൽ മുബ്തിലീന അൻ, അതിനെ നിഷേധിക്കുന്ന, അതിനെ വക്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തൊട്ട് അതിനെ കാക്കലാണ്, അവരെ പുറന്തള്ളലാണ്, മാറ്റലാണ്. അപ്പോൾ ഖുർആൻ അള്ളാഹിനോടുള്ള നസീഹത്ത് എന്താ നമ്മൾ മനസ്സിലാക്കി. ഖുർആനോടുള്ള നസീഹത്ത് എന്താ? ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും, ഖുർആൻ അത് വേണ്ട രൂപത്തിൽ അതിനോട് തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഓതാൻ ശ്രമിക്കലും, ഖുർആൻ അതിനോട് യോജിച്ച രൂപത്തിൽ എഴുതലും, ഖുർആൻ്റെ അർത്ഥം ചിന്തിക്കലും, ഖുർആൻ വെച്ച നിയമങ്ങളെ പാലിക്കലും, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യലും, അതുപോലെ തന്നെ ഖുർആൻ എതിർക്കുന്ന, അതിനെ വക്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അതിൽ നിന്ന് അകറ്റലും, ഇതൊക്കെയാണ് ഖുർആനിനോടുള്ള നസീഹത്ത്. വനസീഹത്തു ലി റസൂലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്ത് എന്താ? തഅലീമുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കലാണ്. വനസ്റുഹു ഹയ്യൻ വ മയ്യത്തൻ, റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന സമയത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും റസൂലുള്ളാഹി സഹായിക്കലാണ്. ഇഹ്യാഉ സുന്നത്തിഹി ബിതഅല്ലുമിഹാ വ തഅലീമിഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പഠിപ്പിച്ചും കൊണ്ട് അതിനെ ജീവനുള്ളതാക്കലാണ്. റസൂലുള്ളാഹി സുന്നത്തിനെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് അതിന് ജീവനുള്ളതാക്കലാണ്. വയഖ്തിദാഉ ബിഹി ഫി അഖ്വാലിഹി വ അഫ്ആലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും നമ്മൾ പിന്തുടരലാണ്. വ മഹബ്ബത്തുഹു വ മഹബ്ബത തുബാഇഹി, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കലും അതുപോലെ അവിടുത്തെ പിന്തുടരുന്നവരെ സ്നേഹിക്കലാണ്. അപ്പോൾ റസൂലുള്ളാഹിനോട് നസീഹത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുക, റസൂലുള്ളാഹി ജീവിക്കുന്ന സമയത്ത് വഫാത്തായതിനു ശേഷം റസൂലുള്ളാഹി സഹായിക്കുക, അവിടുത്തെ സുന്നത്തിനെ ജീവനുള്ളതാക്കുക. എങ്ങനെ ജീവനുള്ളതാക്കുക? അത് പഠിച്ചും പഠിപ്പിച്ചും കൊണ്ട്, അതുപോലെ അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പിന്തുടർന്നുകൊണ്ടും, അതുപോലെ അവിടുത്തെ പിന്തുടരുന്ന ആളുകളെ സ്നേഹിക്കുകയും ചെയ്യാം. വനസീഹത്തുൽ അയിമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ ഇമാമീങ്ങളെ എങ്ങനെ, അതായത് മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരുള്ള നസീഹത്ത് എന്താ? ഇആനതുഹും അലാ മാ ഹമ്മലുൽ ഖിയാമ ബിഹി, അവരെ നമ്മൾ സഹായിക്കലാണ്. അവർ എഴുന്നേറ്റ് നിൽക്കുന്ന വിഷയങ്ങളിൽ, ചിലപ്പോൾ ഒരു ഭരണാധികാരിയാണെങ്കിൽ, ചിലപ്പോൾ ഒരു സൈനാധിപതിയാണെങ്കിൽ, ചിലപ്പോൾ ഒരു ഉസ്താദാണെങ്കിൽ, ആരാണെങ്കിലും അവർ നേതാവാണോ, അവർ എന്തിൻ്റെ വിഷയത്തിലാണോ എഴുന്നേറ്റ് നിന്നത്, എന്തിൻ്റെ വിഷയത്തിലാണോ അവർ നേതാവായത്, ആ വിഷയത്തിൽ അവരെ നമ്മൾ സഹായിക്കൽ. തൻബീഹും ഇന്ദ ഗഫലത്തി, അവർക്ക് എന്തെങ്കിലും ഒരു ഗഫലത്ത്, ഒരു അശ്രദ്ധ പിടിപെട്ടാൽ അത് നമ്മൾ അവർക്ക് ഉണർത്തി കൊടുക്കൽ. വസദ്ദു ഹല്ലത്തിഹിം ഹിന്ദൽ ഹഫുവത്തി, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ ആ വീഴ്ചകളുടെ കുറവ് നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കൽ. വജംഉ കലിമത്തു അലൈഹിം, ജനങ്ങളെ അദ്ദേഹത്തിൻ്റെ ചുറ്റും നമ്മൾ ഒരുമിച്ച് കൂട്ടൽ. വറദ്ദുൽ ഖുലൂബിൻ നാഫിറത്തി ഇലൈഹിം, അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന, അദ്ദേഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളെ അദ്ദേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരരുത്. വൈന അഅ്ലമു നസീഹത്തിഹിം ദഫാഉഹും അനിൽ ദുൽമി ബില്ലത്തി ഹിയ അഹ്സൻ, അതുപോലെ തന്നെ അദ്ദേഹത്തോട് നമ്മൾ ചെയ്യാവുന്ന വെച്ച് ഏറ്റവും വലിയ നസീഹത്ത് എന്താണെന്നറിയാം? അദ്ദേഹത്തിനെതിരെ വരുന്ന ദുൽമിനെ നമ്മൾ തടഞ്ഞു നിർത്തൽ. ഇതൊക്കെ നമ്മളെ ഇമാമിങ്ങളോട്, നമ്മൾ നേതാക്കന്മാരോട്, മുസ്ലിമീങ്ങളായ നേതാക്കന്മാരോട് നമ്മൾ ചെയ്യേണ്ട നസീഹത്താണ്. അപ്പോൾ അള്ളാഹുവിനോടും റസൂലുള്ളാഹിയോടും പരിശുദ്ധ കിതാബിനോടൊക്കെ നസീഹത്തുണ്ടെന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങളായ നേതാക്കന്മാർ
ഈ മുഅ്മിനീങ്ങൾ ആളുകളെ, ഇപ്പോൾ ഒരു ഖാദിയാവട്ടെ, ഒരു ഷെയ്ഖാവട്ടെ, ഒരു നാട്ടിലെ മുഫ്തി ആവട്ടെ, എല്ലാവർക്കും അവരുടെ കീഴിൽ കുറേ ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ ഒരാൾ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടാവും. ആ മനുഷ്യനോട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? മനുഷ്യനോട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ അദ്ദേഹം എന്തിനു വേണ്ടിയാണോ എഴുന്നേറ്റുന്നത് അതിൽ നമ്മൾ അവരെ സഹായിക്കലാണ്. അയാൾക്കൊറ്റക്കെല്ലാം ചെയ്യാൻ കഴിയില്ലല്ലോ, അതിനെ നമ്മൾ സഹായിക്കലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഗഫലത്ത് അശ്രദ്ധ വന്നാൽ അത് അദ്ദേഹത്തിന് ഉണർത്തലാണ്. അതുപോലെ അദ്ദേഹത്തിന് വീഴ്ചകൾ വന്നാൽ ആ വീഴ്ചകൾ കുറവ് നമ്മൾ നികത്തലാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തിൻ്റെ ആളുകൾ ഒരുമിച്ച് കൂട്ടലാണ്. അദ്ദേഹത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ആളുകളെ തിരിച്ച് അദ്ദേഹത്തിലേക്ക് തന്നെ കൊണ്ടുവരലാണ്. അതുപോലെ അദ്ദേഹത്തിനെ എതിർക്കുന്ന അദ്ദേഹത്തിൻ്റെ ശത്രുതയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അദ്ദേഹത്തെ നമ്മൾ തടഞ്ഞു നിർത്തലാണ്. ഇതൊക്കെ നമ്മൾ അദ്ദേഹത്തിനോട് നൽകുന്ന നസീഹത്താണ്. ഒമിൻ ജുംലത്ത് അയിമത്തുൽ മുസ്ലിമീൻ അയിമത്തുൽ ഇജ്തിഹാദ്. അതുപോലെ തന്നെ ഈ മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാർ എന്ന് പറയുന്നതിൽ ഇജ്തിഹാദുള്ള ഇമാമീങ്ങളായ ഫിഖഹിൻ്റെയും അഖീദയുടെയും മറ്റ് ദീനിൻ്റെ പല വിഷയങ്ങളിലുള്ള ഇമാമുമാരും അതിൽപ്പെടുന്നു. അതക്കാ നസീഹത്തുലഹും ബിബസ്സി ഉലൂമിഹിം. അവരോടുള്ള നമ്മൾ നസീഹത്തുണ്ട്, അവരുടെ അധ്യാപനങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കലാണ്. മനശ്ശറ മനാഖബിഹിം, അവരെ നമ്മൾ പ്രകീർത്തിക്കലാണ്. നമ്മൾ ശേഖന്മാരോടൊക്കെ നമ്മൾ നടത്തുന്ന നസീഹത്ത് എന്താ? ശേഖന്മാരോട് നമുക്ക് നസീഹത്തുണ്ട്. ആ നസീഹത്ത് എന്താ? അവരുടെ ഇൽമ നമ്മൾ പ്രചരിപ്പിക്കലാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന നസീഹത്ത്. അപ്പോൾ അവരെഴുതി വെച്ച കാര്യങ്ങളാണല്ലോ, അത് നമ്മൾ പ്രചരിപ്പിക്കുക. ആ പുസ്തകങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക, അത് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുക, അതിൻ്റെ അധ്യാപകരും പറഞ്ഞു കൊടുക്കുക, അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ മുഴുകുക. ഇതൊക്കെയാണ് അവരോടുള്ള നസീഹത്തിൽപ്പെടുന്നത്. വനശ്ശറ മനാഖബിഹിം, അതുപോലെ അവരെ നമ്മൾ പ്രകീർത്തിക്കുക. ശേഖന്മാരൊക്കെ പ്രകീർത്തിക്കുന്നത് ആ അടിസ്ഥാനത്തിലാണ്. വതഹ്സീന് വന്നബിഹിം, അവരെ പറ്റി നല്ല ചിന്ത വെച്ച് പുലർത്തുക. ഇതൊക്കെ നേതാക്കന്മാരോടുള്ള നസീഹത്താണ്. നസീഹത്തുൽ ആമിൽ മുസ്ലിമീൻ. ഇനി മുസ്ലിമീങ്ങളോടുള്ള നസീഹത്ത്, സാധാരണ നമ്മൾ ആളുകളെ ഉപദേശിക്കുന്ന അർത്ഥത്തിലാണ് നസീഹത്ത് പറയൽ. അപ്പോൾ ആ നസീഹത്ത് എന്താ? മുസ്ലിമീങ്ങളോടാണല്ലോ, സാധാരണ മുസ്ലിമീങ്ങളോട്, നമ്മളെ കീഴിലുള്ള ആളുകളോട്. അവരോടുള്ള നസീഹത്ത് എന്താ? അഷ്ഫഖത്തു അലൈഹിം, അവരോടുള്ള അനുകമ്പ ഉണ്ടാവുക. ഫസ്റ്റ് ഒരു സ്നേഹവും അനുകമ്പം ഉണ്ടാവുക. വസ്സഅയു ഫീമാ യഊദു നഫഉഹു അലൈഹിം, അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കൽ. വതഅലീമുഹും മാ യൻഫഉഹും, അവർക്ക് ഉപകാരമായ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കലും. ആദ്യം നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാവണം എന്നുള്ളത്, പിന്നെ അവർക്ക് ഉപകാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത്. അതിന് ശേഷമാണ് നമ്മൾ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കൽ. വഖഫു വുജൂഹു അദാ അൻഹും, അതുപോലെ തന്നെ അവരെ ഉപദ്രവിക്കുന്ന എന്ത് കാര്യമുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കൽ. നമ്മളെ കയ്യും നാവും ഒന്നും അവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് നമ്മൾ തടഞ്ഞു നിർത്തണം. മയുഹിബ്ബു ലഹും മാ യുഹിബ്ബു ലിനഫ്സിഹി, നിങ്ങളെ സ്വന്തത്തിൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ നിങ്ങൾ സഹോദരനായ മുസ്ലിമീനെയും നമുക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത്. വയക്റഹു ലഹും മാ യക്റഹു ലിനഫ്സിഹി, നിങ്ങൾ സ്വന്തത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവരുടെ വിഷയത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കൽ. حدثنا أبو نعيم قال حدثنا أبو أوانة عن زياد بن علاقة قال سمعت جرير بن عبد الله يقول يوم مات മുഈറത്ത് ബിൻ ഷുഐബ് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് ജരീർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കേട്ടു. ഖാമ, അദ്ദേഹം എഴുന്നേറ്റു. മുഈറത്തു ബിൻ ഷുഐബ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ഒരു പ്രമാണിയായ ഒരു ഗവർണറായിരുന്നു കൂഫയിലെ. അപ്പോൾ അവിടെ അദ്ദേഹം ആ വഫാത്തായപ്പോൾ അവിടെ വലിയൊരു പ്രശ്നം പൊട്ടിപ്പുറപ്പെടാനുള്ള ചാൻസ് ഉണ്ടായി മുസ്ലിമീങ്ങളുടെ ഇടയിൽ. ആ ഒരു ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നത്, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും. ഖാമ അൽഹംദുലില്ലാ വസന അലൈഹി, അദ്ദേഹം എഴുന്നേറ്റ് അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. വഖാല, എന്നിട്ട് പറഞ്ഞു, അലൈക്കും ബിതഖ്വാഇല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, അള്ളാഹു എല്ലാവരോടും തഖ്വ കൊണ്ടും എല്ലാവരോടും പറയും തഖ്വ അള്ളാഹിനെ കൊണ്ട് തഖ്വ കൊണ്ട് ഉപദേശിക്കാൻ. വഹ്ദഹു ലാ ശരീക, അവനല്ലാതെ വേറൊരു ഇലാഹില്ല, അവന് ഒരു പങ്കുകാരനുമില്ല. വൽ വഖാറു വസ്സഖീന, നിങ്ങൾ മാന്യത നിലനിൽക്കണം, നിങ്ങൾ ശാന്തത കൈയൊയ്യരുത്, നിങ്ങൾ ശാന്തരാവണം, പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നവരോട് പറയണം. ഹത്തായ അത്തീക്കും അമീർ, നിങ്ങൾക്കൊരു പുതിയ അമീർ ഉണ്ടാവുന്നത് വരെ നിങ്ങളത് കാത്തു നിൽക്കണം. ഫൈനമായ അത്തീക്കുമൽ ആൻ, ഇൻഷാ അല്ലാഹ് അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹം വരും, നിങ്ങൾക്കൊരു അമീർ ഉണ്ടാവും. സുമ്മക്കാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു,
ഇസ്താഫൂലി അമീരിക്കും, നിങ്ങൾ അമീറിന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണം. ഫൈനഹും ഖാന യുഹിബുൽ അഫ്, അദ്ദേഹം ഒരുപാട് പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. സുമ്മക്കാൽ, അദ്ദേഹം പിന്നെയും പറഞ്ഞു, അമ്മാബാദ്, ശേഷം പറയാനുള്ളത്, ഫൈനി അതേത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു. കൊൽത്തു ഉബായ ഓക്കും അൽ ഇസ്ലാം, എനിക്ക് എന്നെ ഇസ്ലാമിൽ ബയ്യത്ത് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. പക്ഷെ അർത്ത അലിഹ, അപ്പോൾ വിശ്വാസങ്ങൾ എനിക്ക് അതിന് നിബന്ധനയായി പറഞ്ഞു തന്നു. എന്ത്? വന്നു സുഹലി കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനെയും പറ്റി നല്ല ഗുണകാംക്ഷയുള്ളവനാവുക. ഏത് ഗുണകാംക്ഷ? നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഗുണകാംക്ഷ. അത് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫബായ അലാഹാദ, ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ വിശ്വാസങ്ങളെ ബയ്യത്ത് ചെയ്തത്. റബ്ബി ഹാദൽ മസ്ജിദ്, ഈ മസ്ജിദിൻ്റെ റബ്ബാണ് സത്യം. ഇന്നി ലനാസിഹുല്ലക്കും, അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഉപദേശിച്ചിരിക്കുന്നു, നിങ്ങൾക്കും നസീഹത്ത് തന്നിരിക്കുന്നു. സുമ്മസ്താഫറ, പിന്നെ അദ്ദേഹം ഇസ്തിഫാർ ചെയ്യുകയും വനസല, മിമ്പറിന്ന് താഴെ വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ നിങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ ഇടയിൽ അടിപിടി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഒരു അമീർ പോയി, ഇനി വേറൊരു അമീർ വരും, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശാന്തത കൈവിടരുത് എന്ന് അവർക്കൊരു നസീഹത്ത് കൊടുക്കുകയാണ്. ആ നസീഹത്ത് ഇനി അവർക്ക് സ്വകാശങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത പോലെയാണ് അദ്ദേഹം ഇവർക്ക് ആ നസീഹത്ത് പകർന്നു നൽകിയത്. ഞാൻ അതിൻ്റെ അടുത്ത ഭാഗം നസീഹത്ത് പറഞ്ഞു കഴിഞ്ഞല്ലോ. വനാസുൽ ഇഖ്വാൻ എന്നുള്ള ഭാഗം കഴിഞ്ഞു. ഇനിയുള്ളത് വസ്മുത്ത്, മൗനം പാലിക്കുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി കാല ഷായർ, ഒരു കവി പാടി, ഇൻകാന യുജിബുക സുകൂതു ഫഇന്നഹു ഖദ് കാന യുജിബു ഖബ്ലകൽ ഖിയാറ ലഇൻ നദിംത അല സുകൂതിക മറതൻ ഫൽതന്ദമന്ന അലൽ കലാമി മിറാറ ഇന്ന സുകൂത സലാമത്തും വലറുബ്ബമ സറഅ അൽ കലാമു അദാവത്തും വദിറാറ. അദ്ദേഹം പറഞ്ഞെന്താ? ഇൻകാന യുജിബുക സുകൂത്ത്, നിങ്ങൾക്ക് മൗനം പാലിക്കുന്നത് നിങ്ങൾക്ക് തൃപ്തികരമായി തോന്നുന്നുണ്ടോ? ഫൈനഹു ഖദ് കാന യുജിബു ഖബ്ലകൽ ഖിയാറ, എന്നാൽ അത് മുൻകഴിഞ്ഞ ഒരുപാട് മഹത്തുക്കൾക്കും പ്രീതികരമായ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിട്ടുണ്ട്. നിങ്ങൾ സന്തോഷിച്ചോളിയും. നിങ്ങൾക്ക് മൗനം പാലിക്കാനാണ് ഇഷ്ടം, ഒരുപാട് സംസാരിക്കുന്ന ഇഷ്ടമല്ലേ? മൗനം പാലിക്കാനാണ് ഇഷ്ടം. നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ മുമ്പുള്ള ഒരുപാട് മഹത്തുക്കളും അങ്ങനെ തന്നെയായിരുന്നു, മൗനം പാലിക്കാനായിരുന്നു അവർക്കും ഇഷ്ടം. വഇന്നദിം തഅല സുകൂതിക മറതൻ, ഇനി നിങ്ങളെ മൗനം പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടോ ഒരു പ്രാവശ്യം? അതായത് പിന്നെ വേണ്ടിണ്ടായിരുന്നു, എന്തെങ്കിലും സംസാരിച്ചാൽ മതിയായിരുന്നു, ഞാൻ മൗനം പാലിച്ചിട്ടാ പ്രശ്നമായത് എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഫൽ തന്ദമൻ അലൽ കലാമി മിറാറ, നിങ്ങളെന്ത് ചെയ്യും? ഒരുപാട് തവണ സംസാരിച്ചേ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും. നിങ്ങൾ ഒരു പ്രാവശ്യം സങ്കടപ്പെടുന്നതിന് ഒരു പ്രാവശ്യമാണോ നിങ്ങൾ സങ്കടപ്പെടുന്നത്? നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് അവിടെ ഈ മൗനത്തിൻ്റെ സങ്കടം പിന്നെയും നല്ലത്. ഇന്ന സുകൂത സലാമത്തുൻ വലറുബ്ബമ സറഅൽ കലാമു അദാവത്തും വദിറാറ. ഇന്ന സുകൂത സലാമത്തുൻ, കാരണം മൗനം പാലിക്കുന്നവർ എപ്പോഴും സലാമത്തുണ്ട്, രക്ഷയുണ്ട്, സമാധാനമുണ്ട്. വലറബ്ബുക സറഅൽ കലാമു അദാവത്തും വദിറാറ, എന്നാൽ നിങ്ങൾ നാവിൻ്റെ കെട്ടയച്ച് വിട്ടാലുണ്ടല്ലോ, സംസാരം തുടങ്ങിയാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ശത്രുതയും ബുദ്ധിമുട്ടും മാത്രമേ വർദ്ധിക്കുള്ളൂ. എന്നാൽ മൗനം പാലിച്ച എപ്പോഴും സമാധാനം ഉണ്ടാവുള്ളൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മത്, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? ഫൽയഖുൽ ഖൈറൻ, അവൻ നന്മ പറയട്ടെ, ഔ ലിയസ്മത്, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. അബീ മൂസ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ള, അദ്ദേഹം വിശ്വാസങ്ങളോട് പറഞ്ഞു, യാ റസൂൽ, അള്ളാഹിൻ്റെ റസൂലെ, അയ്യു മുസ്ലിമുൻ അഫ്ദൽ, മുസ്ലിമീങ്ങളുടെ ഏറ്റവും നല്ല ആളാരാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലിമ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, ആരുടെ നാവ് കൊണ്ടും നാവിൽ നിന്നും കൈകൾ കൊണ്ടും കൈകളിൽ നിന്നും മറ്റൊരു മുസ്ലിം സുരക്ഷിതനാണോ? അതായത് ആ ഒരു മുസ്ലിമിൻ്റെ ഒരു മുസ്ലിം വേറെ ആരെയും നാവ് കൊണ്ട് സംസാരിച്ച് ഉപദ്രവിക്കുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ലേ? അങ്ങനൊരു മുസ്ലിമാണോ? ആ മുസ്ലിമാണ് ഏറ്റവും നല്ല മുസ്ലിം. അയാളെ കൊണ്ട് വേറെ ആർക്കും ഉപദ്രവമില്ല, ഉപകാരം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അയാൾക്ക് വേറെ ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല.
നാവ് കൊണ്ട് അയാളൊന്നും ഒരാളെ പറ്റി മോശം പറയൂല, കൈകൊണ്ട് അയാളൊന്നും പ്രവർത്തിക്കൂല. അങ്ങനത്തെ ഒരാളാണോ? അയാളാണ് ഏറ്റവും നല്ല മുസ്ലിം. അതിന് അബ്ദുല്ലാഹ് ബിൻ മസൂദ് അള്ളാൻ ഖാൽ, അബ്ദുല്ലാഹ് മസൂദ് അള്ളാൻ തങ്ങൾ പറയാണ്, ഖാൽ സഅൽത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എന്താ ചോദിച്ചു? ഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യു അമാലിൻ അഫ്ളൽ, ഏതമലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്? ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ മീഖാതിഹ, നിസ്കാരം അതിൻ്റെ കറക്റ്റ് സമയത്ത് നിസ്കരിക്കലാണ്, അതാണ് ഏറ്റവും അഫ്ളലായ അമല്. ഫഖുൽതു, അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു, സുമ്മ മാദാ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഏതാണ് ഏറ്റവും അഫ്ളലായ അമല്? ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അൻ യസ്ലമൻ നാസു മിൻ ലിസാനിക്, നിങ്ങളെ നാവിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടലാണ്. നിസ്കരിക്കലാണ് ഏറ്റവും വലിയ ഭാഗത്ത്. അത് കഴിഞ്ഞാൽ നാവ് സംരക്ഷിക്കുക. അധികം മൂപ്പരെ കൊണ്ട് വേറെ ആർക്കും ബുദ്ധിമുട്ടില്ല, നാവ് കൊണ്ട് മൂപ്പരാരെ പറ്റി ഒന്നും പറയൂല. എങ്കിൽ അതാണ് ഏറ്റവും വലിയ അമല്. അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ, സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഗഫാർ റളിയല്ലാഹു അൻഹു തങ്ങളെ കണ്ടുമുട്ടി. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബൂദറെ, അലാ അദുല്ലുക അലാ ഹസുലതൈൻ ഹുമാ അഹഫു അലാ ദഹരി, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം പറഞ്ഞു തരട്ടെ, അത് നിങ്ങൾക്ക് ചുമക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞങ്ങൾക്ക് രണ്ട് കാര്യം പറഞ്ഞു തരട്ടെ, അത് ചെയ്യാൻ വളരെ സുഖമാണ്. വാസ്കലു ഫിൽ മീസാൻ മിൻ ഐരിഹിമ, എന്നാൽ മീസാനിൽ തുലാസിൽ തൂക്കപ്പെടുമ്പോൾ ഏറ്റവും നന്നായിട്ട് തൂങ്ങുന്നതുമാണ്. അതായത് വലിയ ഭാരം ഉണ്ടാവും. ഇവിടെ ചെയ്യാൻ വളരെ എളുപ്പമാണ്, അവിടെ വലിയ ഭാരം ഉണ്ടാവും. അങ്ങനത്തെ രണ്ട് കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഖാല ബല യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലെ പറഞ്ഞു തരും, എന്താണ് കാര്യം? ഖാല, അപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിഹുസ്നുൽ ഖൽഖ് വതൂലുസ് സമത്, നിങ്ങൾ നല്ല സ്വഭാവമുള്ളവരാവണം, സൽസ്വഭാവികളാവണം. നമ്മുടെ സ്വഭാവം ശത്രുക്കളെ പോലും അമ്പരിപ്പിക്കുന്നതാവണം, അവർക്ക് പോലും സന്തോഷം നൽകുന്നതാവണം. അങ്ങനത്തെ നല്ല സൽസ്വഭാവികളാവണം നിങ്ങൾ. വതൂലുസ് സമത്, നിങ്ങൾ ദീർഘമായി മൗനം പാലിക്കുകയും വേണം, അത്യാവശ്യത്തിന് സംസാരിക്കാവും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ, വല്ലദീന നഫ്സി ബിയദി, എൻ്റെ നഫ്സ് ആരുടെ കൈകളിലാണോ, മാ അമിലൽ ഖലായിക ബിമിസ്ലിഹിമാ, ഈ രണ്ട് കാര്യത്തിനേക്കാളും നല്ലൊരു കാര്യം കൊണ്ട് ഒരു മനുഷ്യനും ഒരു അമലും ചെയ്തിട്ടില്ല. എന്താ രണ്ട് കാര്യം? നല്ല സ്വഭാവം കാണിക്കുക, അതുപോലെ തന്നെ ദീർഘനേരം മൗനം പാലിക്കുക, അനാവശ്യമായി സംസാരിക്കരുത്. സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കേണ്ടതെന്നല്ല, നമ്മൾ ഭാര്യനോട് ഭർത്താവിനോട് ഒക്കെ സംസാരിക്കേണ്ട സമയത്ത് അവിടെ നമ്മൾ ദീർഘനേരം മൗനം പാലിച്ച പ്രശ്നമായിരിക്കും. അവിടെ നമ്മൾ സംസാരിക്കൽ സുന്നത്താണ്, അവിടെ സംസാരിക്കണം. അതേസമയം അതല്ലാത്ത സംസാരങ്ങളുണ്ട്, വെറുതെ എല്ലാ വിഷയത്തിലും ഇടപെടുക, കേൾക്കുക, സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ഒഴിവാക്കി മൗനം പാലിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്താൽ ഈ രണ്ട് പ്രവർത്തനം ചെയ്യാൻ ഒരു പണിയില്ലല്ലോ. നല്ല സ്വഭാവം കാണിക്കാൻ എന്താ പണിയുണ്ടോ? ഇല്ല. മോശം സ്വഭാവം കാണിക്കാനേ പണിയുള്ളൂ, അതേ ബുദ്ധിമുട്ടുണ്ടാക്കുള്ളൂ. നല്ല സ്വഭാവം കാണിച്ചാൽ നമുക്കും തന്ന സന്തോഷമായിരിക്കും, നല്ല റാഹത്തായിരിക്കും ഹൃദയത്തിൽ. മോശം സ്വഭാവം കാണിച്ചാൽ എപ്പോഴും നമുക്ക് ടെൻഷനായിരിക്കും, അതിൻ്റെ വേദന എപ്പോഴും ഉണ്ടാവും. വേറൊരാളോട് നമ്മൾ മോശം ഒരു വാക്ക് പറഞ്ഞു നോക്കിയേ, അയാളെ കാണുമ്പോൾ ഒക്കെ നമുക്ക് സങ്കടമായിരിക്കും, പറഞ്ഞു പോയല്ലോ. നല്ലവരാണെങ്കിൽ കേട്ടോ, ചിലപ്പോൾ മോശപ്പെട്ടവരാണെങ്കിൽ മോശം കൊണ്ട് തീവ്രമായിട്ട് അതിനും സന്തോഷിക്കുന്നവരുണ്ട്. അതിനെ പറ്റിയല്ല പറയണത്. നല്ലവരാണെങ്കിൽ അത് പറഞ്ഞു പോയി എന്നുള്ള ഒരു സങ്കടം എപ്പോഴും ഉണ്ടാവും, അതൊരു സുഖം ഉണ്ടാവില്ല. അതേസമയം നല്ല സ്വഭാവം കാണിച്ചാൽ എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. സ്വഭാവം അങ്ങനെയാണ്, നമുക്ക് എപ്പോഴും റാഹത്തേ തരുള്ളൂ, ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. തൂലസംത്, അതുപോലെ ഒരുപാട് മൗനം പാലിക്കാം. സംസാരിക്കാനല്ല ബുദ്ധിമുട്ട്, കഷ്ടപ്പെടണ്ട സംസാരിക്കാൻ. മൗനം പാലിക്കാൻ എന്താ ബുദ്ധിമുട്ട്? മൗനം പാലിക്കുക, ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ മതി. അതുകൊണ്ട് വിശ്വാസങ്ങൾ ആരുടെ കയ്യിലാണോ എൻ്റെ നഫ്സുള്ളത് അവരാണ് സത്യം. ഇതിനേക്കാൾ നല്ലൊരു സ്വഭാവം കൊണ്ട് ആരും അള്ളാഹിൻ്റെ അടുക്കലെത്തൂല. മാ അമില ഖലായിക ബിമിസ്ലിഹി, ഇതിനേക്കാൾ നല്ലൊരു പ്രവർത്തനം ആരും ചെയ്യൂല. റവാഹു തുർമുദി അബൂ യഅ്ല ബി ഇസ്നാദിൽ ജയ്യിദ്, ഏറ്റവും നല്ല സനദോടുകൂടി തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മറ്റൊരു ഹദീസ്, അനിൽ ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബർനി ബി അംരിൻ അഹ്തസിമു ബിഹി, ഞാൻ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു തരി. അപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇംലിക് അലൈക ഹാദാ, ഇതൊന്നും മുറുകെ പിടിച്ചാൽ മതി. വഹ്ശാറ ഇല ലിസാനി,
നാവിനങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇതാ ഈ സാധനം ഉണ്ടല്ലോ, ഇത് പിടിച്ചാൽ മതി. അതായത് അത് നന്നായിട്ട് വരുതിയിൽ വരുത്തിയാൽ നിങ്ങൾ ചെയ്യാവുന്ന വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. അത് നന്നായിട്ട് അതിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി. തോന്നി മുഴുവൻ പറയാമെന്നല്ല, ആ നാവിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേറൊന്നും നിങ്ങൾക്ക് വേണ്ട. റവാഹു തബ്രാനി ബിസ്നാദ് ജയ്യിദ്, നല്ല സനദോട് കൂടി തബ്രാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീസ്. വഹറജ അബൂ ഷേഖ് ബിസ്നാദിഹി അൻ അബി ദർദ, അബി ദർദ തങ്ങളിൽ നിന്ന് നല്ല സനദോട് കൂടി അബൂ ഷേഖ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാല, അദ്ദേഹം പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂ ദർദായ അലാ ഉനബ്ബിഉക ബിഅംറൈൻ, ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരട്ടെ. ഹഫീഫിൻ മഅനൂതഹുമാ, അതിൻ്റെ ഭാരം വളരെ കുറവാണ്, ചുമക്കാൻ ഭയങ്കര സുഖം. അദീമൻ അജ്റുഹുമ, അതിൻ്റെ പ്രതിഫലാവട്ടെ ഭയങ്കര വലുതുക. എന്താ, ലം തൽഖല്ലാഹു അസ്സ വജൽ ബിമിസ്ലിഹിമ, അതായത് അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങൾ കണ്ടുമുട്ടലാണ്. അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ അതിൻ്റെ അടുത്ത് അള്ളാഹിൻ്റെ അടുക്കുള്ള പ്രതിഫലം വലുതുമാണ്. എന്താണത്? തൂല സംതി വഹുസ്നുൽ ഹൽഖ്, അധിക നേരം മൗനം പാലിക്കുക, നല്ല സ്വഭാവം ഉള്ളവരാവുക. രണ്ടും ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, അള്ളാഹിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. അതിൻ്റെ മലയാളം വായിക്കാം. ഇത് ജവാഹറുൽ മാനി എന്നുള്ള ചെറിയ ഉദ്ധരണിയാണ് ഷെയ്ഖ് അഹമ്മദ് തിജാൻ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്. ജവാഹർ മാനിയിൽ നിന്ന് കാണുന്നത് പോലെ ഷെയ്ഖുന അബുൽ അബ്ബാസ് തിജാൻ റളിയല്ലാഹു അൻഹു തങ്ങളെക്കുറിച്ച് സയ്യിദി അലി ഹറാജിമി റളിയല്ലാഹു അൻഹു തയ്യാറാക്കിയ ജീവചരിത്ര കുറിപ്പിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഹിജ്റ 1150 ഐനുമാദി എന്ന ഗ്രാമത്തിൽ ജനിച്ചു. പരിശുദ്ധിയും വിശ്വസ്തതയും സുരക്ഷയും സംരക്ഷണവും സൂക്ഷ്മതയും മതനിഷ്ഠയുമുള്ള ചുറ്റുപാടിലാണ് അദ്ദേഹം അവിടെ വളർന്നത്. പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ കാവലിൽ സുരക്ഷിതനായും അവൻ്റെ പ്രത്യേക പരിഗണനയാൽ സംരക്ഷിക്കപ്പെട്ടവനായും അള്ളാഹുവിൻ്റെ നോട്ടത്താൽ വലയം ചെയ്യപ്പെട്ടവനായുമാണ് അദ്ദേഹം വളർന്നത്. ഉത്തമനായ സ്വഭാവ ഗുണങ്ങളും സവിശേഷതകളുമുള്ള അദ്ദേഹം നല്ല മനസ്സും പ്രവൃത്തികളുമുള്ളവരായിരുന്നു. അങ്ങേയറ്റം ലജ്ജയും അദബുമുള്ളവരും മനോഹരമായ അള്ളാഹുവിൻ്റെ മുറാക്കബയിൽ കഴിയുന്നവരും വിജ്ഞാനം തേടുന്നവരുമായിരുന്നു. കഠിനാധ്വാനത്തിലും പരിശ്രമത്തിലും മുഴുകിയ അദ്ദേഹം സന്മാർഗത്തിലേക്കും ഏകാന്തതയിലേക്കും താല്പര്യമുള്ളവരായിരുന്നു. മതത്തെയും സന്മാർഗം പ്രാപിച്ചവരുടെ ചര്യകളെയും സദാ അന്വേഷിക്കുന്നവരും വായനയിൽ മുഴുകുന്നവരും പാരായണം പതിവാക്കിയവരുമായിരുന്നു. നല്ല പെരുമാറ്റമുള്ള അദ്ദേഹം ദീർഘനേരം മൗനം ദീക്ഷിക്കുമായിരുന്നു. ഈ കാര്യമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു തങ്ങൾ എപ്പോഴും നല്ല സ്വഭാവമുള്ളവരും അതുപോലെ എപ്പോഴും മൗനം പാലിക്കുന്നവരായിരുന്നു. വലിയ ഗാംഭീര്യവും ലജ്ജയും ഉള്ളവരും ബാഹ്യരൂപത്തിലുള്ള ആന്തരിക സ്വഭാവത്തിലും ഉത്തമരും ഉന്നതമായ ഹിമ്മത്തുള്ളവരുമായിരുന്നു. വിനയാന്വിതനായ അദ്ദേഹം ഉന്നതർക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഒരുപോലെ ആദരിക്കപ്പെട്ടിരുന്നു. ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം എടുത്തുദ്ധരിക്കാൻ കാരണം അതിൽ പറയുന്നുണ്ട്, സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നല്ല സ്വഭാവത്തിനുടമയായിരുന്നു, എപ്പോഴും മൗനം പാലിക്കലായിരുന്നു അവിടുത്തെ രീതി എന്ന്. സയ്യിദ് ഇബ്നു അബ്ദുറഹ്മാൻ നിന്നും അദ്ദേഹം തൻ്റെ പിതാവിൽ നിന്നും ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഖുറൈശികളിൽ ഒരു വിഭാഗം ആളുകൾ പരസ്പരം മേനി പറഞ്ഞു സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഒരാൾ തൻ്റെ പക്കലുള്ള മേന്മകളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ഹസൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചു, സംസാരിക്കുന്നതിൽ നിന്ന് താങ്കളെ തടയുന്നത് എന്താണ്? താങ്കൾ വാചാലത കുറവുള്ള ഒരാളൊന്നല്ലല്ലോ, നിങ്ങളെന്താ സംസാരിക്കത്തും ഉണ്ടാത്തത്? നിങ്ങൾ വാചാലത കുറവുള്ള ആളൊന്നല്ലല്ലോ, എന്താ സംസാരിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞ ഏതൊരു മേന്മയുടെയും ശ്രേഷ്ഠതയുടെയും ഏറ്റവും പരിശുദ്ധമായതും കാതലുമായ ഭാഗം എനിക്കുള്ളതാണ്. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും എനിക്കുമുണ്ട്, പക്ഷെ ഞാൻ പറയാത്ത എന്താണ്? എന്തിനാണ് ഈ സംസാരിക്കുന്നത്? വിശാലമായ മൈതാനത്തിൽ ഏറ്റവും മികച്ച കുതിരയുടെ കുതിച്ചു പോയതിന് പോലെയാണ് ഞാൻ അവരെ എല്ലാം മറികടന്ന് മുന്നിലെത്തിയിരിക്കുന്നുവല്ലോ. അതായത് എൻ്റെ ആത്മീയമായ അവസ്ഥകൾ കൊണ്ടും സ്വഭാവം കൊണ്ടൊക്കെ ഞാൻ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെ പറഞ്ഞിട്ടെന്താ അവരോട് സംസാരിക്കുന്നതിന് എന്താ കാര്യമുള്ളത് എന്ന് പറയാം. അപ്പോൾ ഇതിനർത്ഥം നമ്മളെപ്പോഴും ഹൈറായ കാര്യത്തിലും സംസാരിക്കരുതെന്നല്ല കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നില്ലേ, ഇത് ഒഴിവാക്കി മൗനം പാലിക്കലാണ് നല്ലത്, അങ്ങനെയല്ലല്ലോ. മോശം സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് മൗനം പാലിക്കലാണ് എന്നാണ്.
വെറുതെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ നല്ല മൗനം പാലിക്കാനാണ്. അല്ലാതെ നല്ലത് പറയാനാണ് മൗനം പാലിക്കുന്നതിനേക്കാൾ നല്ലത്. അതെപ്പോഴും മനസ്സിലാക്കണം. നല്ലത് സംസാരിക്കാനാണെങ്കിൽ മൗനം പാലിക്കുന്ന ഒഴിവാക്കണം നമ്മൾ. അതേസമയം നല്ലത് സംസാരിക്കാനില്ല, ഒന്നെങ്കിൽ ഹലാലായതേ ഉള്ളൂ അല്ലെങ്കിൽ തെറ്റായതേ ഉള്ളൂ എങ്കിൽ നമ്മൾ മൗനം പാലിക്കാനാണ് കൂടുതൽ നല്ലത്. യഅ്ജുബുനി സമത്തു തവീലു ലിഅന്നഹു ദലീലു അലൽ ഇർഫാനി വൽ ഹാലു മുഖ്ബിറു. യഅ്ജുബുനി സമത്തു, അതായത് എനിക്ക് മൗനം പാലിക്കുക എന്നുള്ള എന്നെ വലിയ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. ധാരാളം മൗനം പാലിക്കുക എന്നുള്ളത്. ലിഅന്നഹു ദലീലു അലൽ ഇർഫാൻ, ഒരാൾ മൗനം ധാരാളം പാലിക്കുന്നുണ്ട്, അതിനർത്ഥം അദ്ദേഹത്തിന് ആത്മീയമായ മാരിഫത്തിൻ്റെ ഓഹരി ഉണ്ടെന്ന്. അള്ളാഹുവിൻ്റെ മാരിഫത്തിൻ്റെ, അള്ളാഹുമായി അടുപ്പം ശ്രദ്ധിച്ച അറിവിൻ്റെ കനം ഒരാൾക്കുണ്ടെങ്കിലാണ് അയാൾ അധികം മൗനം പാലിക്കുക. അല്ല അയാളിങ്ങനെ വർത്താൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അദ്ദേഹം അതുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന് അതിൻ്റെ ഓഹരി ഉണ്ടാണ്. വഹാലു മുഖബിറുൻ, അദ്ദേഹത്തിൻ്റെ ഈ ഹാൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥനെ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെ അദ്ദേഹം വലിയ ആളാണെന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മളെ ഷേഹൊക്കെ അങ്ങനത്തെ സ്വഭാവത്തിൻ്റെ ഉടമയല്ലേ, അധികം സംസാരിക്കില്ല ഇല്ലല്ലോ. ഒരാൾ അങ്ങനെ ഷെയ്ഖിനെ ഒഴിവാക്കി ഒരാൾ എന്നോട് പണ്ട് മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഷെയ്ഖൊന്നും സംസാരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ദിക്റൊക്കെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, കാരണം അവർക്കറിയില്ലല്ലോ ഒരുപാട് സംസാരിക്കുന്നതിനല്ല നല്ലത്, മൗനം പാലിക്കലാണെന്നുള്ളത്. ഷെയ്ഖ് ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ, വേറൊന്നും സംസാരിക്കില്ല. അപ്പോൾ അവർക്ക് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇഷ്ടം. ആ കാരണം കൊണ്ട്. കാരണം ഹസനുൽ ബസരി, ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഫീ നസീഹത്തിൽ ഇബ്നു അനസിന് അദ്ദേഹം കൊടുത്ത ഒരു നസീഹത്തിൽ, ഇയ്യാക്ക സുമ്മ ഇയ്യാക്ക വൽഖലഖ വൽദജർ, നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. എന്താ സൂക്ഷിക്കേണ്ടത്? അനാവശ്യമായ ഉത്കണ്ഠയും വൽദജർ വിരസതയും സൂക്ഷിക്കണം. അലൈക ബിസ്സബ്രി വസ്സമതി വൽ ഹിൽം, നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? സബർ, നല്ല ക്ഷമയാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. എന്താ ഇതിലൊക്കെ വന്നിട്ട് ആകെ ടെൻഷനാണല്ലോ, ആകെ ഒരു ചടപ്പാണല്ലോ, അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് എന്താ? സബറാണ്, ക്ഷമ ഉണ്ടാവണം. വസമത്ത്, എപ്പോഴും മൗനം പാലിക്കുന്നവരാണ്. വൽ ഹിൽമ്, അത് എപ്പോഴും സഹനശേഷി ഉണ്ടാവണം. മറ്റുള്ളവരെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ സഹിക്കാനുള്ള ഒരു കൽപ്പുണ്ടാവണം. ഫൈനക താലിബു ബിഹിന്ന ഷെയ്ത്താൻ, കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഷെയ്ത്താനെ മറികടക്കുക. നല്ല ക്ഷമ ഉണ്ടെങ്കിൽ ഷെയ്ത്താനെ മറികടക്കാൻ പറ്റും. മൗനം പാലിച്ചാൽ ഷെയ്ത്താനെ മറികടക്കാൻ പറ്റും. അതുപോലെ തന്നെ സഹനശീലം ഉണ്ടെങ്കിലും ഷെയ്ത്താനെ മറികടിക്കാൻ പറ്റും. ഫി ഖുറത്തുൽ ഐനി ഫി ഫളാഇൽ ഹറമൈൻ എന്ന കിതാബിൽ ഇത് കാണാം. കാല സയ്യിദി മുഹമ്മദ് അൽ മിശ്രി വസിയത്തുൽ അഹ്ബാബ്, സയ്യിദി മുഹമ്മദ് അൽ മിശ്രി തങ്ങൾ, അത് ഷെയ്ഖുൽ തങ്ങളൊക്കെ ഷെയ്ഖായ മുഹമ്മദ് മിശ്രി തങ്ങൾ അവിടുത്തെ അഹ്ബാബിങ്ങൾക്ക് നൽകിയ വസിയത്തിൽ പറയുന്നുണ്ട്, ലാ തതകല്ലം ദൂനദാ, നിങ്ങൾ അവസരത്തിലല്ലാതെ ആവശ്യത്തിനല്ലാതെ സംസാരിക്കരുത്. വദഅഹി മൗദിഅഹു, നിങ്ങളതിനെ ആ സംസാരത്തിന് വെക്കണം അതിൻ്റേതായ സ്ഥലത്ത്. സംസാരിക്കേണ്ട സ്ഥലത്ത് മാത്രമേ സംസാരിക്കാവൂ, എല്ലായിടത്തും പോയി സംസാരിക്കരുത്. വദൂന ഹാജത്തിൻ ദഅഹു, നിങ്ങൾക്ക് അത് സംസാരിക്കാൻ ആവശ്യമില്ലാത്ത ഒരു ഘട്ടമാണെന്ന് തോന്നുകയാണോ, അതിന് ആവശ്യമില്ലാന്ന് തോന്നുകയാണോ, നല്ലത് ഉപേക്ഷിക്കുകയും വേണം. സംസാരിക്കരുത്. അപ്പോൾ സംസാരിക്കേണ്ട സ്ഥലത്തേ സംസാരിക്കാവൂ, അതിൻ്റെ അവസരത്തിലേ സംസാരിക്കാവൂ. അല്ലാത്ത സമയങ്ങളിലാണോ സംസാരം നിങ്ങൾ ഉപേക്ഷിക്കണം. മുഹമ്മദ് ബഷീർ തങ്ങൾ പറയാണ്, വഖ്തർ മിനൽ അൽഫാദി മാ തകല്ലമു ബിഹി വ ഇല്ലാ ഫസ്സുകൂതു അസ്ലമു. വഖ്തർ, അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം, മിനൽ അൽഫാദി, വാക്കുകളിൽ മാ തകല്ലമു ബിഹി, നിങ്ങൾ എന്താണോ സംസാരിക്കുന്നതിൻ്റെ വാക്കുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നമ്മളൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ, ആ മെസ്സേജ് അയക്കുമ്പോൾ പോലും നമ്മൾ നോക്കണം അതിൻ്റെ വരികൾ, അത് കുറച്ച് പൊളൈറ്റാണോ അല്ലേ, ഇത് കുറച്ചും കൂടി നല്ലൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, കുറച്ചും കൂടി നല്ലൊരു പ്രയോഗം നടത്താൻ പറ്റുമോ. നമ്മൾ ഒരാൾക്ക് വോയിസ് അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിനേക്കാൾ നല്ല രൂപത്തിൽ പറയാനേ പറ്റുമെങ്കിൽ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിനേക്കാൾ സ്നേഹത്തോട് സന്തോഷത്തോടു കൂടി ആവശ്യം അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ വാക്കിനിങ്ങനെ തിരഞ്ഞെടുക്കണം, ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുക്കണം. മിനൽ അൽഫാദി മാ തകല്ലമു ബിഹി, നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളെ
നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ, അല്ലാതെ തോന്നിയ പോലെ പറയലല്ല. വയില്ല ഇനി അങ്ങനെ നിങ്ങൾക്ക് പറ്റൂലേ, അതായത് നിങ്ങൾക്ക് ഞാനങ്ങനെ എന്തോ അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോവും, ഞാനൊന്നും നോക്കലില്ല, എനിക്കാവുമ്പോൾ പ്രയാസമാണ്, അങ്ങനൊന്നും പറയാൻ പറ്റൂല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വയില്ല ഫസുക്കൂത്തു അസ്ലം, നിങ്ങൾ മുണ്ടാതിരിക്കുക നല്ലത്. സംസാരിക്കുമ്പോൾ തോന്നിയൊക്കെ സംസാരിച്ച് പോകുന്നുണ്ടെങ്കിൽ നല്ല മുണ്ടാതിരിക്കലാണല്ലോ എന്ന് മുഹമ്മദ് മുസീദ് തങ്ങൾ പറയാണ്. ഇനി അടുത്ത ഭാഗം, സ്വാഹിബി അഹലിൽ മുറൂഅത്തി മിനൽ അഖാരിബി, അള്ളാഹിൻ്റെ സാമീപ്യം സിദ്ധിച്ചവരിൽ നിന്നുള്ള മുറൂഅത്തിൻ്റെ ആൾക്കാരെ, നല്ല സൽസ്വഭാവമുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടണമെന്ന് പറഞ്ഞല്ലോ. ഹർജ തബറാനി ബിസ്നാദി അൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, തബറാനി തൻ്റെ സനദോട് കൂടി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാലത്ത് മഹദി പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സനാഇഉൽ മഅറൂഫു തഖിയ മസാരി അസൂ, അതായത് നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളും സൽക്കർമ്മങ്ങളും ഒക്കെ നമ്മളെ മോശപ്പെട്ട അവസാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതായത് നല്ല കാരുണ്യ പ്രവർത്തനം, മറ്റുള്ളവരോട് നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ മുഴുകിയാൽ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയാൽ അത് മോശപ്പെട്ട മരണം ഉണ്ടാവുന്നതിന് തൊട്ട്, മോശപ്പെട്ട അവസാനം ഉണ്ടാവുന്നതിന് തൊട്ട് നമ്മളെ രക്ഷിക്കും. വസ്സദഖത്തു ഹഫിയൻ തുത്ഫിഉ അദബ റബ്ബി, നമ്മൾ അള്ളാഹിൻ്റെ കോപം നമുക്കുണ്ട് നമുക്ക് തോന്നുകയാണ്, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, കോപം അള്ളാഹ് കോപിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സദക്ക, നിങ്ങൾ സദക്ക ചെയ്താൽ ഹഫിയൻ തുത്ഫിഉ അദബ റബ്ബി, അള്ളാഹിൻ്റെ കോപത്തെ അത് കെടുത്തിക്കളയും. സദക്ക ചെയ്യുന്നത് എങ്ങനെ, മറഞ്ഞ് പബ്ലിക്കായി ചെയ്യുന്ന സദക്കല്ല, മറഞ്ഞ രൂപത്തിലുള്ള സദക്ക, ആരും അറിയാതെ ചെയ്യുന്ന സദക്ക. വസിലത്തുർ റഹിമു തജീദു ഫിൽ ഉംർ, നിങ്ങൾക്ക് ഒരുപാട് ജീവിതം നിങ്ങൾക്ക് നന്നായിട്ട് ഒരുപാട് ആയുസ് കിട്ടണമെന്ന് തോന്നുന്നുണ്ടോ, വസിലത്തുർ റഹം, നിങ്ങളെന്ത് ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം. തജീദു ഫിൽ ഉംർ, അത് നിങ്ങളെ ആയുസ് വർദ്ധിപ്പിക്കും. വകുല്ലു മഅറൂഫിൻ സദക്ക, ഏതൊരു കാരുണ്യ പ്രവർത്തനം, നിങ്ങൾ എന്ത് കാരുണ്യ പ്രവർത്തനം ചെയ്താലും, ഒരാൾക്ക് വെള്ളം കൊടുത്താലും, ഒരാൾക്ക് പാർപ്പിടുണ്ടാക്കി കൊടുത്താലും, ഒരു തണൽ കൊടുത്താലും, ഒരാൾക്ക് ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് സീറ്റില്ല അവർക്ക് സീറ്റ് കൊടുത്താലും, എന്ത് നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തോ അതൊക്കെ സദക്കയാണ്, സദക്ക കൊടുത്ത പോലെയാണ്. അപ്പം നമ്മുടെ അടുത്ത് ഒരുപാട് പൈസയൊന്നുമില്ല എങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാമല്ലോ, വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുക, നമുക്ക് ടേണ്ടാൻ തോന്നിയ ആൾക്ക് ആ കാര്യം വേറെ ആൾക്ക് കൊടുക്കുക, ഒരു ഉപയോഗിച്ചോട്ടെന്ന് വിചാരിക്കുക, എല്ലാത്തിലും അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ സദക്കയാണ്. നമ്മളെന്ത് ചെയ്യേണ്ട, ഒരുപാട് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൈസ ഉള്ളവർ അങ്ങനെ തന്നെ കൊടുക്കണ്ടോ, പൈസ ഇല്ലാത്തവർ ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. വാഹുലുൽ മഅറൂഫ് ഫി ദുനിയാവിൽ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, ഹും അഹ്ലുൽ മഅറൂഫു ഫിൽ ആഖിറ, അവർ തന്നെയാണ് പരലോകത്തും സൽക്കർമ്മം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർ. വാഹുലുൽ മുൻകർ ഫി ദുനിയാവിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അവരോ ഹും അഹ്ലുൽ മുൻകർ ഫിൽ ആഖിറ, അവർ തന്നെയാണ് പരലോകത്തും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ. അവ്വലുമൻ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നവരാരാണ്, അഹ്ലുൽ മഅറൂഫ്, ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന നല്ല സ്വഭാവമുള്ള നല്ല ആൾക്കാരാണ് നാളെ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കപ്പെടുക. ഈ മഅറൂഫിൻ്റെ മറ്റൊരു ഉദ്ദേശത്തിന് തന്നെയാണ് മറൂഅത്ത് എന്ന് പറയുന്നത് തന്നെ, നല്ല സൽസ്വഭാവമുള്ള ആളുകൾ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ, അങ്ങനത്തെ ആൾക്കാരായിട്ട് നിങ്ങൾ കൂട്ടുകൂടണം എന്ന് പറഞ്ഞത് ഈ അടിസ്ഥാനത്തിൽ. അതിന് തെളിവാണ് ഈ ഹദീസായിട്ട് ഉദ്ധരിക്കുന്നത്. അടുത്ത ഭാഗമൊക്കെ മലയാളം വഹിക്കാം. ഉദാത്തമായ ഗുണങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ശുദ്ധമായ അഭിരുചികളുടെയും മാനദണ്ഡത്തിൽ ഇസ്ലാമിൻ്റെ മണ്ണിൽ വിത്തിടുകയും ലജ്ജ എന്ന ജലത്താൽ നനച്ചു വളർത്തുകയും ചെയ്ത ഉത്തമമായ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് അൽ മറൂഅത്ത്. മഹത്വക്കളായ ആളുകൾ അതിനെ കാത്തു സൂക്ഷിക്കുകയും അതിന്മേൽ മഹത്വത്തിൻ്റെ മണിമന്ദിരങ്ങൾ പണിയുകയും ചെയ്തു. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ സൂര്യൻ എല്ലാ ദിവസവും അതിൻ്റെ മുകളിൽ ഉദിച്ചുയർന്നു. അതിൻ്റെ സംരക്ഷകർ ആത്മസംസ്കരണത്തിൻ്റെയും വളർച്ചയുടെയും അക്കീക്ക അർത്തുകൊണ്ട് അതിനെ പരിപാലിക്കുകയും അതിന് മറൂഅത്ത് എന്നും മഅറൂഫ് എന്നും പേര് നൽകുകയും ചെയ്തു. എങ്കിലും അള്ളാഹുവിൻ്റെ ആളുകളുടെ, അതായത് സൂഫിയാക്കന്മാരുടെ വീക്ഷണത്തിൽ അതായത് മറൂഅത്ത് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. അഭിരുചികളിൽ നിന്ന് ഏറ്റവും ഉത്തമമായത് മാത്രം തിരഞ്ഞെടുക്കുകയും അതുകൂടാതെ രക്ഷയില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തവരാണവർ. അള്ളാഹു പറയുന്നു, അവർ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദിവസം
എന്നെ നിങ്ങൾ അപമാനിക്കരുതേ. സമ്പത്തോ സന്താനങ്ങളോ യാതൊരു ഉപകാരം ചെയ്യാത്ത ദിവസം കുറ്റമറ്റ സലീമായ ഹൃദയവുമായി അള്ളാഹുവിൽ വരുന്നവരൊഴികെ. അവരുടെ വീക്ഷണത്തിൽ, അതായത് മറുവത്ത് എന്ന് പറയുന്നത് പരിശുദ്ധമായ പ്രകൃതം കൊതിക്കുന്നതും പരുഷമായ പ്രകൃതം വെറുക്കുന്നതുമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ ആളുകൾ തങ്ങളുടെ സദസ്സുകളിലും സംഗമങ്ങളിലും പരസ്പരം കൈമാറുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മറുവത്ത് എന്താന്ന് പറയാണ്, അത് അള്ളാഹിൻ്റെ ആളുകൾ അവരുടെ നല്ല സദസ്സുകൾ കൈമാറുന്ന, ഏറ്റവും നല്ല പ്രകൃതമുള്ള ആളുകൾ ഏറ്റവും നന്നായിട്ട് കൊതിക്കുന്ന, മോശം പ്രകൃതമുള്ള ആളുകൾക്ക് വെറുപ്പുള്ള കാര്യങ്ങളാണ്. എന്താണത്? അത് മനോഹരമായ സംസാരങ്ങളാണ്, മഹത്തുക്കളുടെ ഔദാര്യമാണ്, പ്രഭാതം പോലെ തിളങ്ങുന്ന മുഖങ്ങളാണ്, ഹൃദയവിശാലതയാണ്. വരുന്ന ഓരോ സന്ദർശകനും സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും സ്വാഗതമോദിക്കൊണ്ട് വിരിപ്പുകൾ വിരിച്ചു കൊടുക്കുന്ന എന്നിവയെല്ലാമാണ്. അതായത് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നല്ല സൽസ്വഭാവമുള്ളവരാണ്, നല്ല സംസാരിക്കുന്നവരാണ്, നല്ല തെളിഞ്ഞ മുഖമുള്ളവരാണ്, എപ്പോഴും വിരുന്നുകാരെ സൽക്കരിക്കുന്നവരാണ്. അങ്ങനത്തെ സ്വഭാവവിശേഷങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരക്കാരുമായിട്ടുള്ള സഹവാസം ഫുതൂവത്തിനെ, അതായത് ആത്മീയമായ ധീരതയെ വിശാലമാക്കുകയും വ്യാപിക്കുകയും ചെയ്യുന്നു. ആരിഫിന് അത് ആത്മീയദാഹം ശമിപ്പിക്കുകയും സംതൃപ്തി നൽകുകയും ചെയ്യുന്നു. അള്ളാഹുവിലേക്കുള്ള യാത്ര അത് എളുപ്പമാക്കുകയും വേഗതയിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു സൽസ്വഭാവമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആത്മീയമായ വീര്യം എപ്പോഴും വർദ്ധിക്കുന്നതായി കാണാം. ആരിഫായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ആത്മീയമായ ദാഹത്തെ ശമിപ്പിക്കുന്ന കാര്യമായിരിക്കും. അള്ളാഹുവിലേക്കുള്ള യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ യാത്രനെ എളുപ്പമാക്കുകയും ചെയ്യും. സയ്യിദ് മുസ്തഫ ബിൻ കമാലുദ്ദീൻ അൽ ബക്രി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അൽ മഖാമുർ റൂമിയ എന്ന ഗ്രന്ഥത്തിന് ഷെയ്ഖ് യൂസുഫ് അൽ ഹിഫ്നി റളിയല്ലാഹു അൻഹു എഴുതിയ അവതാരികയിൽ പറഞ്ഞതുപോലെയാണിത്. ഹരീരിയുടെ മക്കാമകൾ, അതായത് ഹരീരിയുടെ മക്കാം എന്ന് പറഞ്ഞാൽ ഈ മക്കാമാത്തുൽ ഹരീരി എന്ന് പറഞ്ഞ ഗ്രന്ഥം ശരിക്കും വലിയൊരു സാഹിത്യ രചനയാണ്. ഒരുപാട് കഥകളൊക്കെ സമാഹരിച്ച സാഹിത്യ ഭംഗിയുടെ അങ്ങേയറ്റത്തെത്തിച്ചൊരു ഗ്രന്ഥമാണ്. അതിന് സാധാരണ നമ്മൾ ഈ കവികളൊക്കെ അതിനൊരു ഉപമയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതന്നെ എവിടെയും പറഞ്ഞത്. ഹരീരിയുടെ മക്കാമുകൾ തിളങ്ങുന്ന നക്ഷത്രം പോലെയുള്ള ഈ കുത്തുബിനെ ചരിത്രം കണ്ടാൽ ഇപ്രകാരം പറയുമായിരുന്നു: ഇതിൻ്റെ മുന്നിൽ എൻ്റെ സ്ഥാനം, എൻ്റെ സൂക്ഷ്മതകളും തീരെ ചെറുതായി പോയിരിക്കുന്നു. പാദങ്ങൾക്ക് താഴെയുള്ള മണ്ണെവിടെ? ഏറ്റവും വിലപിടിപ്പുള്ള മുത്തുമണികൾ എവിടെ? കാരണം ഇത് വിജ്ഞാനികൾക്ക് അപൂർവമായ സൂക്ഷ്മ രഹസ്യങ്ങൾ വെളിവാക്കി കൊടുക്കുന്നു. ഒപ്പം അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നവനും അതിയായി കുതിക്കുന്നവനും ഏറ്റവും വലിയ രഹസ്യങ്ങളും വെളിവാക്കുന്നു. അതെങ്ങനെ അങ്ങനെ ആകാതിരിക്കും? അതിൻ്റെ രചയിതാവ് തൻ്റെ കാലഘട്ടത്തിൽ അതുല്യനായ വ്യക്തിത്വമാണ്. തൻ്റെ അന്തർഭാഗത്ത് എനിക്കൊരു വിളി വന്നു എന്ന് പറഞ്ഞ ആ മഹാനായ നേതാവാണ്. ജസാക്കല്ലാഹു ഖൈർ.